യു.എസ്. വിമാനം പാകിസ്ഥാനിൽ നിന്നും പറന്നുയരുന്നതിനു പിന്നാലെ യു.എസുമായുള്ള പാകിസ്ഥാന്റെ സൈനിക വിന്യാസത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുന്നു. മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ സായുധസേന തകർത്ത സൈനിക താവളമായ നൂർഖാൻ വ്യോമതാവളത്തിൽ നിന്ന് യു.എസ്. വ്യോമസേനയുടെ C-17 വിമാനം പറന്നുയർന്നു. റിപ്പോർട്ടുകൾ പ്രകാരം വിമാനം പറന്നുയരുന്നതിന് മുൻപ് ഏതാനും മണിക്കൂറുകൾ വ്യോമതാവളത്തിൽ ലാൻഡ് ചെയ്യുകയും പാർക്ക് ചെയ്യുകയും ചെയ്തു. ഇതാണ് യു.എസുമായുള്ള പാകിസ്ഥാന്റെ സൈനിക വിന്യാസത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നത്. റാവൽപിണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വ്യോമതാവളം പാകിസ്ഥാന്റെ വ്യോമ മൊബിലിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു നിർണായക കേന്ദ്രമായിരുന്നു. കൂടാതെ C-130 ഗതാഗത വിമാനങ്ങളും വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളും ഉൾപ്പെടെയുള്ള പ്രധാന ആസ്തികൾ ഇവിടെ ഉണ്ടായിരുന്നു. നൂർഖാൻ വ്യോമതാവളം പാകിസ്ഥാന്റെ സൈനിക പ്രവർത്തനങ്ങൾക്ക് നിർണായകമാണെന്ന് മാത്രമല്ല 170 ആണവ വാർഹെഡുകളുള്ള പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷന് സമീപമാണ് അതിന്റെ സ്ഥാനം എന്നതിനാലും പ്രാധാന്യമുണ്ട്. പാകിസ്ഥാന്റെ ആണവശേഷികൾ അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നു. കൂടാതെ വ്യോമതാവളത്തിൽ യു.എസ്. സേനയുടെ സാന്നിധ്യം രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുമുണ്ട്.